ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ആറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്ററിൻ്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ ആറ്റം മോഡലിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പഠിച്ച ശേഷം ക്വാണ്ടം നമ്പേഴ്സ് എന്താണ് എന്ന് ഡിസ്കസ് ചെയ്തു. ഒരു ഇലക്ട്രോണിൽ ലൊക്കേറ്റ് ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ കഴിയുന്നുണ്ട് അല്ലേ. അതിനുശേഷം നമ്മളിപ്പോൾ ഓർബിറ്റലിൻ്റെ ഷേപ്പ്, ഓരോ ഓർബിറ്റലിൻ്റെയും ഷേപ്പ് എന്താണ് എന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഇനി പഠിക്കണം എങ്ങനെയാണ് ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ആറ്റത്തിനുള്ളിൽ. നമുക്കറിയാം ഒരു ആറ്റത്തിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രോൺസ് ആറ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫില്ലിംഗ് ഓഫ് ആറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പഠിക്കാം. എന്താണെന്ന് പഠിക്കണം. അതിൽ ആറ്റോമിക് ഓർബിറ്റൽസിനെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെൻസിൻ്റെയും ഒരേ റൂൾ തന്നെയാണ് ഉപയോഗിക്കുക. പക്ഷേ നമുക്ക് രണ്ട് കേസായിട്ട് പഠിക്കാം. ഒന്നാമത്തത് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം എന്നും, രണ്ടാമത്തെ കേസ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ എ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം, മൾട്ടി ഇലക്ട്രോൺ സ്പീഷീസ്, അങ്ങനത്തെ കേസും പഠിക്കണം. അപ്പോൾ ഒന്ന് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെഷ്യൽ കേസും ബാക്കി പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെൻസിനെ കുറിച്ചും ജനറലായിട്ടും നമുക്ക് പറയാൻ പറ്റും. എന്തപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിന് മാത്രം ഒരു സ്പെഷ്യൽ കേസായിട്ട് എടുക്കുന്നത്? എന്താ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആൻസർ വന്നിട്ടുണ്ടായിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? ഒരു ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ന്യൂക്ലിയസും ആ ഒരു ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ മാത്രമേ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഫോർ എ ഹൈഡ്രജൻ ആറ്റം വിച്ച് കണ്ടെയ്നിങ് ഓൺലി വൺ ഇലക്ട്രോൺ ദ എനർജി ഓഫ് ഇലക്ട്രോൺ ജസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ, നോക്കൂ, വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ശ്രദ്ധിക്കണം, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓർബിറ്റലിൻ്റെ എനർജി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് മാത്രമാണ് ഉള്ളത്. അത് നമ്മൾ രണ്ടാമത് പറയുന്നു, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻക്രീസ് ചെയ്യും തോറും എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ആ രണ്ട് പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇൻക്രീസ് ചെയ്യും തോറും എനർജി കൂടുന്നുണ്ട്. അത് നോക്കൂ, 1s ഏറ്റവും എനർജി കുറവാണ്, പിന്നെ 2sൻ്റെയും 2pയുടെയും എനർജി ഈക്വൽ ആണ്, പിന്നെ 3s ഈക്വൽ 3p ഈക്വൽ 3d അങ്ങനെയാണ് വരുന്നത്. നോക്കൂ, ഈ ചിത്രം നിങ്ങൾ നോക്കൂ, ഈ ചിത്രം നോക്കൂ. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും എനർജി കുറവുള്ളത് 1s ഓർബിറ്റലിനാണ്. പിന്നെ 2sൻ്റെ എനർജിയും 2pയുടെ എനർജിയും ഈക്വൽ ആണ് എന്നുള്ളതാണ്. പിന്നെ 3s ഈക്വൽ ടു 3p ഈക്വൽ ടു 3d ആണ് എന്നുള്ള കാര്യവും നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഈക്വൽ ആണ്. അപ്പോൾ അവർക്ക് ഒരേ എനർജി. അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഹൈഡ്രജൻ്റെ കാര്യത്തിൽ ഒരു കാര്യമില്ല. അപ്പം നമ്മൾ എപ്പോഴും ഹൈഡ്രജൻ്റെ എനർജി ലെവൽസ് ചിന്തിക്കുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ബേസ് ചെയ്ത് മാത്രം ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 3s 3p 3d. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഹൈഡ്രജൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഇനി വേറെ ഇവിടെ നോക്കൂ, 3s നമ്മൾ 3pയിൽ px ഉണ്ട്, 3px 3py 3pz ഉണ്ട്. ഈ 3pxൻ്റെയും 3pyയുടെയും 3pzൻ്റെയും എനർജി ഈക്വൽ ആണ്. നമ്മൾ അങ്ങനത്തെ ഓർബിറ്റൽസിന് എന്താണ് പറയുന്നത്? നമ്മൾ പറയുന്നു ഡീജനറേറ്റ് ഓർബിറ്റൽ എന്നാണ് പറയുന്നത്. സോ ദേ ആർ നോൺ ആസ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഡീജനറേറ്റ് ഓർബിറ്റൽ. പിന്നെ വേറൊരു സ്റ്റേറ്റ് പഠിക്കുന്നു നമ്മൾ. വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്താ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഏറ്റവും സ്റ്റേബിളായി ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഓർബിറ്റലിനെ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് ഹൈഡ്രജൻ്റെ കേസിൽ ഏത് ഓർബിറ്റലാണ് അങ്ങനെ നിൽക്കുന്നത്? ഇറ്റ് ഈസ് 1s ഓർബിറ്റലാണ്. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലാതെ എനർജി കൂടിയ അടുത്ത വേറെ ഓർബിറ്റൽസിനെ പറഞ്ഞ പേരാണ്, ആ ലെവലാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ 2s 2p 3s 3p ഒക്കെ എന്തുതന്നെയാണ്? എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഹൈഡ്രജൻ്റെ എനർജി ലെവൽസിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്.
ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ മൾട്ടി ഇലക്ട്രോൺ ആറ്റം. എന്താണ് ഒരു മൾട്ടി ഇലക്ട്രോൺ, ഒന്നിലധികം ഇലക്ട്രോൺസ് ഉള്ള ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എനർജി എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ആദ്യമായി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കൺസെപ്റ്റ് ഇതാണ്. എനർജി ഓഫ് ഓർബിറ്റൽ ഇൻ എ മൾട്ടി ഇലക്ട്രോൺ ആറ്റം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആൻഡ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഹൈഡ്രജൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ പറഞ്ഞത്. പക്ഷേ ഹൈഡ്രജൻ ഒഴിച്ച് ബാക്കി പീരിയോഡിക് ടേബിളിലെ എലമെൻസിൻ്റെ ഓർബിറ്റലിൻ്റെ എനർജി നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനും അസിമുത്തൽ ക്വാണ്ടം നമ്പറിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിന് ഈ n+Lന് ഈക്വൽ ഇമ്പോർട്ടൻസ് പറയുന്ന റൂൾ ഉണ്ട്. ദാറ്റ് റൂൾ ഇസ് നോൺ ആസ് n+L റൂൾ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് n+L റൂൾ എന്ന് പറയുന്നു. എന്താണ് ഈ n+L റൂൾ? നോക്കൂ, ഇവിടെ നമുക്ക് നോക്കി നോക്കാം. 1s 2s രണ്ട് ഓർബിറ്റൽസ് ഉണ്ട്. ഈ 1sൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇനി 2sൻ്റെ കേസ് എടുക്കും. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്, 2 ആണ്. എല്ലിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ n+L 1ഉം ഇവിടെ n+L 2ഉമാണ്. അപ്പോൾ n+L റൂൾ പറയുന്ന 2 പോയിന്റ്സ് ആണ് n+L റൂളിലുള്ളത്. അക്കോർഡിംഗ് ടു n+L റൂൾ, as the value of n+L rule, as the value of n+L is high, it have lowest energy. n+Lന്റെ വാല്യൂ കുറവാണ് എന്ന് പറയുമ്പോൾ അതിന് ലോവർ എനർജി ഉള്ളതാണ്. സോ ലോവർ ദി വാല്യൂ ഓഫ് n+L ഫോർ an orbital, ലോവർ its energy. n+Lന്റെ വാല്യൂ കുറയും തോറും ആ ഓർബിറ്റൽ എനർജിയും കുറവായിരിക്കും. ഇനി വേറൊരു കാര്യം പറയുന്നത്, രണ്ടാമത്തെ പോർഷൻ നമുക്ക് നോക്കി നോക്കാം. 2s-ഉം ഇനി രണ്ടാമതൊരു കാര്യം 2p-യും 3s-ഉം എടുക്കണം. 2p എന്ന് പറയുമ്പോൾ n is equal to 2 ആണ്. എല്ലിൻ്റെ വാല്യൂ എത്ര വരാം? എല്ലിൻ്റെ വാല്യൂ 1 ആണ്. സോ n+L is equal to 3 ആണ് കിട്ടിയത് അല്ലേ? ഇനി ഇവിടെ എന്നിൻ്റെ വാല്യൂ 3 ആണ്, എല്ലിൻ്റെ വാല്യൂ 0 ആണ്. n+L is equal to 3 ആണ്. ഇപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? രണ്ടാളുടെയും 2pയുടെയും 3sൻ്റെയും n+L വാല്യൂ ഈക്വൽ ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. അത് ആ റൂള് വെച്ച് നമുക്ക് ഏതിനാ ലോവർ എനർജി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നൊരു പോയിന്റ് ഇതാണ്. ഇഫ് 2 ഓർബിറ്റൽ ഹാവ് സെയിം വാല്യൂ ഓഫ് n+L, ദ ഓർബിറ്റൽ വിത്ത് ലോവർ വാല്യൂ ഓഫ് n is filled first, or it has lower energy. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? 2 ഓർബിറ്റൽസിന് സെയിം എനർജി ആണ് എങ്കിൽ, സെയിം n+L വാല്യൂ ആണ് എങ്കിൽ, ഏത് ഓർബിറ്റലിലാണോ എന്നിൻ്റെ വാല്യൂ കുറവുള്ളത് അതിനായിരിക്കും എനർജി കുറവുണ്ടാവുക എന്നാണ് n+L റൂള് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ n+L റൂളിന് 2 പോയിന്റ്സ് ആണുള്ളത്. ഒന്ന്, n+Lൻ്റെ വാല്യൂ കുറയും തോറും എനർജി കുറയുന്നു എന്ന പോയിന്റും, ഇനി n+L വാല്യൂ 2 ഓർബിറ്റലിന് സെയിം ആണ് എങ്കിൽ ഏതിലാണോ എന്നിൻ്റെ വാല്യൂ കുറവുള്ളത് അതിനായിരിക്കും എനർജി കുറവുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നോക്കൂ, മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിലെ ഒരു ഓർബിറ്റലിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂവിനെ ബേസ്ഡ് ആയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി. നോക്കൂ, എന്തുകൊണ്ടാണ് ഇവിടെ എന്നിൻ്റെയും എല്ലിൻ്റെയും വാല്യൂ നമ്മൾ എടുക്കേണ്ടി വരുന്നത്? മറ്റ് ഹൈഡ്രജനിലാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ മാത്രം മതി. എന്താ കാരണം? ബിക്കോസ് മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം ആവുമ്പോൾ
അവിടെ എന്തുണ്ടായിരിക്കും, ഇലക്ട്രോണുകളും തമ്മിൽ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ കൂടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ എനർജി ലെവൽസ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മാത്രം പോരാ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരുന്നുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും അല്ലേ? സോ നെക്സ്റ്റ് വൺ, നിങ്ങൾ ഈ സ്ലൈഡിലേക്ക് നോക്കൂ. അവിടെ നിങ്ങൾക്ക് കാണാം മൾട്ടി ഇലക്ട്രോൺസ് ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് എന്ന് പറഞ്ഞാൽ n+l അനുസരിച്ച് വാരി ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ 1s ഏറ്റവും ലോവസ്റ്റ് എനർജി, പിന്നെ 2s ആണ്. 2sൻ്റെ എനർജി 2pയും ഈക്വൽ അല്ല. അപ്പം മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിൽ അസിമുത്തൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ സെയിം ആണെങ്കിലും അസിമുത്തൽ ക്വാണ്ടം നമ്പർ വ്യത്യാസമായിരുന്നാൽ ദേ ഹാവ് ഡിഫറെൻറ്റ് എനർജി. മനസ്സിലായില്ലേ പറഞ്ഞത്? പിന്നെ 3sൻ്റെയും 3pയുടെയും എനർജി വ്യത്യാസമുണ്ട്, 4sൻ്റെയും 4pയുടെയും എനർജി വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താ ചോദിച്ചാൽ നമുക്കറിയാം, മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിൽ എനർജി ഓഫ് ഓർബിറ്റൽ ഡിപ്പെൻഡ്സ് അപ്പോൺ വാല്യൂ ഓഫ് n ആൻഡ് l എന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത ഫാക്ടറാണ്, ഒരു മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിൽ ഓർബിറ്റലിൻ്റെ എനർജിയെ സ്വാധീനിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഷീൽഡിംഗ് എഫക്റ്റ് എന്ന കാര്യം. ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് ആണ് നമ്മൾ സിഗ്മ എന്നാണ് നമ്മൾ ഇതാക്കുക. സിഗ്മ എന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. So it is a shielding of outer shell electron from the nucleus by the inner electrons ആണ് നമ്മൾ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഷീൽഡിംഗ് എഫക്റ്റ് ചോദിച്ചാൽ, ഇപ്പോൾ നോക്കൂ, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് ചുറ്റും ഓർബിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയസിന് ഓരോ ഓർബിറ്റിലെ ഇലക്ട്രോണുമായിട്ട് അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസ് ഉണ്ട് നമുക്കറിയാം. പക്ഷേ ഈ ന്യൂക്ലിയസിന് ഈ പുറത്തെ ഓർബിറ്റലിൽ ഇലക്ട്രോണുമായിട്ടുള്ള അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഈ ഫസ്റ്റ് ഓർബിറ്റൽ ഇലക്ട്രോണുമായി അട്രാക്റ്റീവ് ഇൻട്രാക്ഷനും സെയിം ആയിരിക്കുമോ? അല്ലല്ലോ, നമുക്കറിയാം, കാരണം ഡിസ്റ്റൻസ് കൂടുതലാണ്. അത് മാത്രമല്ല, ഇവിടെ നോക്കൂ, ഈ ഔട്ടർ ഷെല്ലിലെയും ഈ ന്യൂക്ലിയസിൻ്റെയും ഇടയ്ക്ക് ഷെൽസ് ഉണ്ട്, ഇന്നർ ഷെൽസ് ഉണ്ട്. ഈ ഇന്നർ ഷെൽസ് ന്യൂക്ലിയസിൽ നിന്നും ഔട്ടർ ഇലക്ട്രോണിന് ഒരു സ്ക്രീനായിട്ട് ആ അട്രാക്റ്റീവ് ഇൻട്രാക്ഷനെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷനെ ഷീൽഡ് ചെയ്യുന്നതായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഇന്നർ ഇലക്ട്രോണുകൾ. അപ്പോൾ ഈ ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ ഷെല്ലിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല വരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കൂ, നിങ്ങൾ ഷോ കാണാൻ പോവാന്ന് വിചാരിക്കും. നമ്മൾ ആ ഷോ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ 5 മണിക്ക് തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മുന്നിലാണ് നമുക്കന്ന് പൊസിഷൻ കിട്ടിയത്, സീറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ വളരെ സുഖമായിട്ട് ഒരു തടസ്സവുമില്ലാതെ ആ പരിപാടി കാണാൻ നമുക്ക് പറ്റി. രണ്ടാമത്തെ ദിവസവും ആ പ്രോഗ്രാം ഉണ്ടായിരുന്നു. വേറെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നപ്പോൾ ആ ഓഡിറ്റോറിയം ഫില്ലായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏറ്റവും അവസാനമാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടി തിരിഞ്ഞും മറിഞ്ഞും നോക്കേണ്ട അവസ്ഥയാണ്. കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവരുണ്ടാക്കുന്ന ശബ്ദം, അവരെ കൊണ്ട് നമുക്ക് ആ പ്രോഗ്രാം കറക്റ്റ് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾ ആ സ്റ്റേജിൽ നിന്ന് നമ്മളെ സ്ക്രീൻ ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവാറുണ്ട്, ഇല്ലേ? അതന്നെയാണ് ഈ ന്യൂക്ലിയസിൽ നിന്ന് ഈ ഇലക്ട്രോണുകളെ കാണാൻ ഈ ന്യൂക്ലിയസിന് അത്രത്തോളം പറ്റുന്നില്ല, ഡ്യൂ ടു ദ ഷീൽഡിംഗ് ഓർ സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് ദിസ് ഓർബിറ്റൽസ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക, സിഗ്മ. അപ്പോൾ ഇവിടെ നമ്മൾ പറയാറുണ്ട് ഈ സ്ക്രീനിങ് എഫക്റ്റ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ZEFF, ദ ന്യൂക്ലിയർ ചാർജ് ഫെൽഡ് ബൈ ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ആർ കോൾഡ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന വാക്ക്. അതായത് ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ ന്യൂക്ലിയർ ചാർജിനെ പറയുന്ന പേരാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വന്നത്? കാരണം നമുക്കറിയാം സ്ക്രീനിങ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ പോലുള്ള അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ആവില്ല ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത്, സ്ക്രീനിങ് എഫക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ.
എന്താണിത് പറയുന്നത്? ഈ എത്രത്തോളം സ്ക്രീൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവിടെയുള്ള ഓർബിറ്റലിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. നോക്കൂ, ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയോഡിക് ടേബിളിലെ പല പ്രോപ്പർട്ടിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ സ്ക്രീനിങ് എഫക്റ്റ് എന്താണ് എന്നറിയണം. ഫോർ എക്സാമ്പിൾ, ബോറോൺ ഫാമിലി, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം അങ്ങനെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ അലുമിനിയത്തിൻ്റെയും ഗാലിയത്തിൻ്റെയും നമ്മൾ സൈസ് നോക്കുമ്പോൾ ഗാലിയത്തിൻ്റെ സൈസാണ് അലുമിനിയത്തിനേക്കാൾ കൂടേണ്ടത്, ശരിയല്ലേ? പക്ഷേ ഗാലിയത്തിൻ്റെ സൈസ് അലുമിനിയത്തിനേക്കാൾ ചെറുതാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആൻസർ വരുന്നത് ഈ സ്ക്രീനിങ് എഫക്റ്റ് ആണ്. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ പല ഒരു എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്റ്റ് എന്താണ് എന്നറിയണം. അപ്പോൾ അതിൽ സ്ക്രീനിങ് എഫക്റ്റിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സ്ക്രീനിങ് എഫക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. നമുക്കറിയാം എസ് ഓർബിറ്റൽ പിക്കും ഡിക്കും എഫിനൊക്കെ ഡിഫറെൻറ്റ് ഷേപ്പുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ നോക്കൂ, എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് അറിയാം, നിങ്ങൾ സൈഡ് നോക്കൂ, സ്ഫെറിക്കലി സിമെട്രിക്കലാണ് അല്ലേ? അപ്പം ന്യൂക്ലിയസ് ചുറ്റും എസ് ഓർബിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഇവിടുന്ന് പുറത്തുനിന്ന് ഒരാൾക്ക് ഇവിടെ വന്ന് അത്രയും പരന്നിങ്ങനെ നിൽക്കുകയാണ് എസ് ഓർബിറ്റൽ. എവിടുന്ന് നമുക്ക് ഇവിടുന്ന് ഇതാക്കാൻ പറ്റില്ല, ന്യൂക്ലിയസിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഷീൽ കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കുകയാണ് ന്യൂക്ലിയസിന്. അപ്പോൾ എസ് ഓർബിറ്റൽസിനാണ് ഏറ്റവും കൂടുതൽ ഷീൽഡിങ് എഫക്റ്റ് ഉള്ളത് എന്നാണ് പറയുന്നത്. പിന്നെ പി ഓർബിറ്റൽ നോക്കൂ, ഇത് ന്യൂക്ലിയസ് ആണ്. പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ഇവിടെ നോഡുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വന്നാൽ നമുക്ക് ഈ ന്യൂക്ലിയസ് ശരിക്കും കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഷീൽഡ് ചെയ്യുന്നില്ല, ഈ ഭാഗത്തൊന്നും ഷീൽഡ് ചെയ്യുന്നില്ല. അപ്പോൾ പി ഓർബിറ്റലിൻ്റെ ഷീൽഡിങ് എഫക്റ്റ് കുറവാണ്. ഇനി ഡിയുടെ കാര്യം എടുത്ത് നോക്കൂ, ഡിയുടെ കാര്യം എടുക്കുമ്പോൾ ഡബിൾ ഡംബൽ ഷേപ്പാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്നൊക്കെ തന്നെ നമുക്ക് ഇലക്ട്രോണിന് ഈ ന്യൂക്ലിയസിനെ കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഷീൽഡിങ് എഫക്റ്റ് വീണ്ടും കുറഞ്ഞു. എഫിൻ്റെ ഷേപ്പ് നോക്കൂ, അവിടെ വരച്ചിട്ടുണ്ട്. എഫിന് ഇത്രയും ഷീൽഡിങ് എഫക്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ വെച്ചിട്ടൊന്ന് ഈ സ്ക്രീനിങ് എഫക്റ്റ് പറഞ്ഞു നോക്കൂ. എസ് ഓർബിറ്റലിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. പി ഓർബിറ്റലിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. പിന്നെ ഡിൻ്റെ 2 ആണ്, എഫിൻ്റെ 3 ആണ്. അപ്പോൾ അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ കൂടും തോറും ഷീൽഡിങ് എഫക്റ്റിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഷീൽഡിങ് എഫക്റ്റ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഡി ആൻഡ് എഫിനാണ് ഏറ്റവും കുറവ് ഷീൽഡിങ് എഫക്റ്റ് ഉള്ളത്, ഏറ്റവും കുറവ്. കാരണം ഡി ആൻഡ് എഫ് നിന്ന് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, മനസ്സിലായോ? എസ് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ തടിച്ചൊരാൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളാർക്കും കാണാൻ പറ്റില്ല, ശരിയല്ലേ? ഭയങ്കര സ്ക്രീനിങ് എഫക്റ്റ് ഉണ്ടായിരിക്കും. മെലിഞ്ഞൊരാൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ആ കൺസെപ്റ്റ് മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പം ഡി ആൻഡ് എഫ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയസിനെ എങ്ങനെ വേണമെങ്കിലും പുറത്തെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു എസ് ഓർബിറ്റിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തെ ഇലക്ട്രോണുമായിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ ബന്ധം കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് ഷേപ്പ് ഓഫ് ഓർബിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യണം ഫില്ലിംഗ് ഓഫ്. ശ്രദ്ധിക്കണേ, ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽസ്. നമുക്ക് നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് അറൗണ്ട് ഇൻ ന്യൂക്ലിയസ് ഈസ് നോൺ ആസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഞാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ് 1s3. ആറ്റോമിക് നമ്പർ 3 ആണ്, ഞാൻ 1s3 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് 1s2, അടുത്ത എഴുതുന്നു 2s2 1s2 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ എഴുതാണ് 1s2 2s2 2px2 2py1 എന്ന് എഴുതിയിട്ടുണ്ട്. കോൺഫിഗറേഷൻ നോക്കും. ഇങ്ങനെ നമുക്ക് എഴുതുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? എഴുതാൻ പറ്റുമോ ഇങ്ങനെ? ഈ 1s3 എന്നത് ശരിയാണോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് ആറ്റോമിക് നമ്പർ 3 ആണ്, 3 ഇലക്ട്രോൺസ് ഉണ്ട്, അത് 1s3 എന്ന് എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ 2s2 1s2 എന്ന് എഴുതിയത് ശരിയാണോ? ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും, എവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ നമുക്ക്
നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം ഇത് നോക്കാം. രണ്ടാമത്തെ കോൺഫിഗറേഷൻ നോക്കൂ. 2s2 1s2. തെറ്റിയിട്ടുണ്ട് എന്തോ അല്ലേ? അപ്പോൾ എവിടെയാണ് തെറ്റ് വന്നത്? ഇവിടെ നിങ്ങളിപ്പോൾ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയല്ലല്ലോ മിസ്സേ, ആദ്യം 1s2 2s2 എന്നല്ലേ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ നമ്മൾ മുകളിൽ എഴുതുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്, അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നതാണ്. 1s2 2s2 ആണ് കറക്റ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് പറയാൻ കാരണം ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ഓഫ്-ബോ പ്രിൻസിപ്പിൾ ആണ്. ഇനി 1s3 ശരിയാണോ? 1s3 ശരിയല്ല, ഒരിക്കലും 1s എഴുതാൻ പാടില്ല. 1s2 2s1 എന്ന് എഴുതാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് തെറ്റ് വന്നത്? ബിക്കോസ് ഇങ്ങനെ 1s3 എഴുതി കഴിഞ്ഞാൽ നമ്മളെ പോളി നമ്മളോട് സമ്മതിക്കില്ല. പോളിയുടെ സയൻറ്റിസ്റ്റ് പറയുന്നത് തെറ്റാണ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇവിടെ ഒബേ ചെയ്തിട്ടില്ല. ഇനി ഇതിൽ ഈ കൺസെപ്റ്റ് 1s2 2s2 2px2 2p നമ്മൾ 2px2 2p/0 എന്നാണ് വിളിച്ചത്. ഇത് ശരിയാണോ ചോദിച്ചാൽ ഹണ്ട് പറയും. ഹണ്ട് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറയും ഒരിക്കലും ഇത് ശരിയല്ല. കാരണം അതൊരിക്കലും ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ഒബേ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്താ മനസ്സിലായത്? ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് തോന്നിയ പോലെ എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 3 റൂളുകൾ ഒബേ ചെയ്യണം. ഒന്നാമത്തെ റൂളാണ് നിങ്ങൾക്ക് കാണാം ഓഫ്-ബോ പ്രിൻസിപ്പിൾ. ഓഫ്-ബോ എന്ന വാക്കിൻ്റെ അർത്ഥം ബിൽഡിംഗ് അപ്പ് എന്നാണ് എന്നുള്ളതാണ്. അത് പോളിയും നമ്മുടെ ബോറും ചേർന്നാണ് അത്ര ഓഫ്-ബോ പ്രിൻസിപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി രണ്ടാമത്തത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. പോളി നിങ്ങൾക്ക് താഴെ കാണാം, അവിടെ സൈഡിലുണ്ട്. ഇനി മൂന്നാമത്തത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹണ്ടും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹണ്ട് നമ്മൾ ആദ്യത്തെ റൂള് പഠിക്കാം. ഓഫ്-ബോ പ്രിൻസിപ്പിളാണ്. ഓഫ്-ബോ എന്ന വാക്കിന് അർത്ഥം ബിൽഡിംഗ് അപ്പ് എന്നാണ്. ഇപ്പോൾ നോക്കൂ, നമ്മളൊരു കുട്ടിയെ ആദ്യം സ്കൂളിൽ ചേർക്കുമ്പോൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കാം അല്ലേ, ചേർക്കാം നമ്മൾ. അപ്പോൾ 1ാം ക്ലാസ് പഠിക്കേണ്ട എനർജി ലെവൽ, അവിടുത്തെ എനർജി നമ്മൾ അത് പഠിച്ച ശേഷമേ 2ാം ക്ലാസ്സിലേക്ക് എത്തുള്ളൂ. അല്ലാണ്ട് ആരും 5ാം ക്ലാസ് കൊണ്ട് ആദ്യം ചേർക്കില്ല. അതന്നെ ഇലക്ട്രോണിൻ്റെ കേസും. നമ്മൾ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുമ്പോൾ ഏറ്റവും എനർജി കുറവുള്ള ലെവലിലേക്ക് ഇലക്ട്രോൺ ആദ്യമായി എൻ്റർ ചെയ്യണമെന്ന് പറയുന്ന റൂളാണ് ഓഫ്-ബോ പ്രിൻസിപ്പിൾ. സോ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ആറ്റം the orbitals are filled in the increasing order of energy. നിങ്ങൾക്ക് അവിടെ കാണാം ഓഫ്-ബോ പ്രിൻസിപ്പിൾ. സ്ട്രേറ്റ് ഓഫ്-ബോ പ്രിൻസിപ്പിൾ ചോദിക്കുമ്പോൾ അത് തന്നെ എഴുതണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇലക്ട്രോൺസ് ആദ്യം എൻ്റർ ചെയ്യുന്നത് എവിടെയാണോ എനർജി കുറവുള്ളത് അവിടെയാണ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എന്നാണ് ഓഫ്-ബോ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി ഏതാണ് ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവൽ? അത് കാണാൻ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു ഓർഡർ മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, ഏറ്റവും എനർജി കുറവുള്ളത് 1s-നാണ്, പിന്നെ 2s ആണ്, പിന്നെ ആരോമാർക്ക് 2p, പിന്നെ നേരെ വരയ്ക്കുക. 2p കഴിഞ്ഞ ഇവിടെ 3s ആണ്, പിന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു 3p ആണ്, 3p കഴിഞ്ഞ് നേരെ വരയ്ക്കുക 4s ആണ്, 4s കഴിഞ്ഞാൽ അടുത്ത വരുന്ന 3d ആണ്, 4p 5s, പിന്നെ 4d 5p. ഇതിങ്ങനെ വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നെയാണ് n+l റൂൾ, നമ്മൾ നേരത്തെ പഠിച്ച n+l റൂളും പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണുകൾ എൻ്റർ ചെയ്യുന്നത് ആദ്യം എൻ്റർ ചെയ്യുക എപ്പോഴും എനർജി കുറവുള്ള ലെവലിലായിരിക്കും എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഓഫ്-ബോ പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. എന്താണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്നുള്ളത്? നോക്കൂ, നമ്മൾ 1s2 നമുക്കറിയാം. ക്വാണ്ടം നമ്പേഴ്സ് പറഞ്ഞാൽ എനർജി ഇലക്ട്രോണിൻ്റെ അഡ്രസ്സാണ്. ഇതിൽ 1s2 നമ്മൾ ഓർബിറ്റൽ ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കാറുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാം. ഒരു ബോക്സ് വരയ്ക്കും, അതിൽ ഒരു 2 ഇലക്ട്രോൺസ് ഒന്ന് ഇങ്ങനത്തെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് ആരോ മാർക്കിട്ട് കാണിക്കും. നിങ്ങൾക്കറിയാം ഓർബിറ്റൽ ഡയഗ്രാം എന്നാണ് പറയുന്നതിന്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കുന്ന വേറെ ഇങ്ങനെ ഇത് നൊട്ടേഷൻ ആണ്. ഇത് ഓർബിറ്റൽ ഡയഗ്രത്തിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ബോക്സ് ഇട്ട് വരയ്ക്കും. ഒരു ബോക്സ് 1s, അതിൽ 2 ഇലക്ട്രോൺസ്. നമുക്കതിൽ ഓരോ ഇലക്ട്രോണിൻ്റെയും എന്താ എഴുതി നോക്കാം? ക്വാണ്ടം നമ്പേഴ്സ് എഴുതി നോക്കാം. ഇത് 1s ആണ്. സോ n = 1 ആണ് ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ. L = 0 ആണ്, M = 0 ആണ്. സ്പിൻ ക്വാണ്ടം നമ്പർ = +½ s എഴുതിയാലും മതി, +½ എഴുതി.
ഈ രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ n is equal to 1 ആണ്, l is equal to 0 ആണ്, m is equal to 0 ആണ്, s is equal to -12 എന്ന് എഴുതി. അപ്പൊ ഇയാളുടെ അഡ്രസ് 100 പ്ലസ് ഹാഫ് ആണ്, 100 മൈനസ് ഹാഫ് ആണ്. സപ്പോസ് നമ്മൾ ഈ ഓർബിറ്റലിൽ ഒരു മൂന്നാമത്തെ ഇലക്ട്രോൺ ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യും. ഇല്ല, നമ്മൾ വിചാരിക്കും. അപ്പൊ ഈ മൂന്നാമത്തെ ഇലക്ട്രോണിന്റെ അഡ്രസ് നമുക്ക് എഴുതി നോക്കാം. n is equal to 1, l is equal to 0, m is equal to 0, s is equal to plus half എന്നാണ് വരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒരേ ഓർബിറ്റലിൽ 2 ഇലക്ട്രോണിന് ഒരേ ക്വാണ്ടം നമ്പർ റിപ്പീറ്റ് ചെയ്തില്ലേ? അങ്ങനെ ഉണ്ടാവാൻ പാടുമോ? ഇപ്പൊ നോക്കൂ, നമ്മുടെ വീട്ടിൽ നമ്മൾ അഡ്രസ്സ് എഴുതാന്ന് വിചാരിച്ചോളൂ. ഒരു അഡ്രസ്സ് എഴുതി, നമ്മുടെ വീടിൻ്റെ ആളുടെ പേര് എക്സ് എന്നാണ്, വീട്ടുപേര് വൈ എന്നാണ്, പോസ്റ്റ് ഓഫീസ് സെഡ് എന്നാണ് വിചാരിക്കും. അപ്പോൾ ഇനി നിങ്ങളെ വീട്ടിൽ തന്നെ രണ്ടാമത്തെ ആളുടെ അഡ്രസ്സ് എഴുതുമ്പോൾ നമ്മൾ എക്സ് തന്നെയാണോ എഴുതുക? ഇതൊക്കെ നമുക്ക് ഒന്നിനായിരിക്കും. വൈ തന്നെയാണ് വീട്ടുപേര്, സെഡ് തന്നെയാണ് പോസ്റ്റ് ഓഫീസ്. പക്ഷേ ഇത് മാറും, പേര് മാറും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് എ എന്നായിരിക്കും. കാരണം ഒരു വീട്ടിൽ 2 ആളുകൾക്ക് ഒരേ പേരുണ്ടാവാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ ഒരേ അഡ്രസ്സുള്ള 2 ആളുകൾ ഉണ്ടാവാൻ പാടുമോ? അല്ലെങ്കിൽ ഒരേ ആധാർ നമ്പറുള്ള ഒന്നിലധികം വ്യക്തികൾ ഉണ്ടാവാൻ പാടുമോ? ഇല്ലല്ലോ. അതന്നെ നമ്മുടെ ഇലക്ട്രോണിനും ബാധകമാണ്. എല്ലാവർക്കും ഓരോ വ്യത്യസ്ത ആധാർ നമ്പർ ഉണ്ട് എന്നുള്ളത് പോലെ തന്നെയാണ് ഒരു ആറ്റത്തിൽ ഒരു ഇലക്ട്രോണിൻ്റെ ക്വാണ്ടം നമ്പർ വേറൊരു ഇലക്ട്രോൺ ഉണ്ടാവാൻ പാടില്ല. അത് ആദ്യമായി പറഞ്ഞ സയൻറ്റിസ്റ്റാണ് പോളി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. അപ്പം എന്തുകൊണ്ടാണ് അയാൾ എക്സ്ക്ലൂഡ് എന്ന വാക്ക് ഉപയോഗിച്ചത്? എന്താ എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒഴിവാക്കുക. അപ്പം എന്താ ഒഴിവാക്കുന്നത്? നമ്മൾ ഇയാളുടെ അഡ്രസ്സ് എഴുതി കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ അഡ്രസ്സ് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ആളുടെ അഡ്രസ്സ് ഇത് ഒഴിവാക്കണം. 100 പ്ലസ് ഹാഫ് എന്ന അഡ്രസ്സിന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, 100 മൈനസ് ഹാഫ് എന്ന് എഴുതാം. അപ്പോൾ ഈ അഡ്രസ്സ് ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ആളുടെ അഡ്രസ്സ് എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് പോളിസ്. ആൻഡ് ഹിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് no 2 electrons in an atom can have all the 4 quantum numbers same. ഒരു ആറ്റത്തിലെ 2 ഇലക്ട്രോണിന് 4 ക്വാണ്ടം നമ്പേഴ്സും സെയിം ആവാൻ പാടില്ല എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് പോളി. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഈ പ്രിൻസിപ്പിളിൻ്റെ വേറൊരു വേർഷനാണ് an orbital can accommodate maximum 2 electron. ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നോക്കൂ, നമ്മൾ 3Pയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ 3Pക്ക് 3 ഓറിയൻറ്റേഷൻസ് ഉണ്ട്. 3 ബോക്സ് വരച്ചു. ഏതൊക്കെയത്? 3px, 3py, 3pz. അപ്പോൾ ഈ 3px മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 2 ഇലക്ട്രോണിനെ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഓർബിറ്റലി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഏതാണ്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. വെരി ഇമ്പോർട്ടൻ്റ്. സോ അപ്പോൾ നമ്മൾ പറയുന്നു, ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ആ 2 ഇലക്ട്രോണിനും ഓപ്പോസിറ്റ് സ്പിൻ ഉണ്ടായിരിക്കണം എന്നാണ് പോളി പറയുന്നത്. സോ according to Pauli's exclusion principle state that no 2 electrons in an atom can have all the 4 quantum numbers same, or an orbital can accommodate maximum 2 electrons with opposite spin. ഇത്രയും പഠിച്ചു വയ്ക്കാം, Pauli's exclusion principle. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നു Hund's rule of maximum multiplicity. Hund's rule of maximum multiplicity. എന്താണ് Hund's rule പറയുന്നത്? Hund's rule of maximum multiplicity. നേരത്തെ നമ്മൾ എഴുതി, നിങ്ങൾ പറഞ്ഞു 1:2, 2:2, 2px2, 2p/0 തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. എന്താണ് തെറ്റാവാനുള്ള കാരണം? നമുക്കിതൊന്ന് വരച്ചു നോക്കാം. 2px, 2py. നമുക്കറിയാം 2px, 2py, 2pz. ഇത് 3ഉം ഈക്വൽ എനർജി ഉള്ള ഓർബിറ്റൽസ് ആണ്. എന്താ ഈക്വൽ ഉള്ള ഓർബിറ്റൽസിന് വേറൊരു പേരെന്താ നമ്മൾ പറയുക? ഡീജനറേറ്റ് ഓർബിറ്റൽസ് അല്ലേ?
അപ്പം നമ്മൾ ഇവിടെ ഹണ്ട് പറയുന്നത് ഈ ഡീജനറേറ്റ് ഓർബിറ്റലിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്നാണ് ഹണ്ട് പറയുന്നത്. എന്താ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ഇവിടെ നമ്മുടെ കയ്യിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2p പോവാൻ വേണ്ടി നമ്മുടെ കയ്യിൽ 2p2 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 2 ഇലക്ട്രോൺസ് നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നോക്കൂ, വേറൊരു പോസിബിലിറ്റി ഞാൻ ഇങ്ങനെ ചെയ്തു. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ 2px ഒന്ന് കൊടുത്തു, 2pyക്കും ഒന്ന് കൊടുക്കുകയാണോ ശരി? അതോ 2 ഇലക്ട്രോണും 2px തന്നെ കൊടുക്കണമാണോ ശരി? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഹണ്ട് പറയുന്നു, വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്, ഡീജനറേറ്റ് ഓർബിറ്റൽ ഫില്ല് ചെയ്യുമ്പോൾ എന്ത് വേണം? ഈക്വൽ എനർജി ഉള്ള ഓർബിറ്റലിൽ അൺപെയറിംഗ് നടന്ന ശേഷം മാത്രമേ പെയറിംഗ് നടക്കാൻ പാടുള്ളൂ. സോ അക്കോർഡിംഗ് ടു ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, no pairing will takes place unless all the orbital with equal energy are singly occupied. മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരേ എനർജി ഉള്ള ഓർബിറ്റൽസ് സിംഗിൾ ഓക്യുപ്പൈ ചെയ്ത ശേഷം മാത്രമേ പിന്നെന്ത് ചെയ്യാൻ പാടൂ? പെയറിംഗ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ റൂളാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമുക്ക് ഒരു ബിസ്ക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 ബിസ്ക്കറ്റ് കിട്ടി. അപ്പം നമ്മൾ 5 ആൾക്കും കൊടുത്തതിന് ശേഷം മാത്രം ബാക്കിയുണ്ടെങ്കിലേ നമ്മൾ വീണ്ടും എടുക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള പറയുന്ന റൂളാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അങ്ങനെ നമുക്കറിയാം നൈട്രജനിൽ 2p3 1s2 2s2 2p3 എന്നാണ് വരിക. അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇതിൽ ഏതാണ് കറക്റ്റ്, ഏത് കോൺഫിഗറേഷനാണ് കറക്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. ഒന്ന് നോക്കൂ, ഏത് കോൺഫിഗറേഷനാണ് കറക്റ്റ്? 1 2 3 ഒന്നാമത്തെ കറക്റ്റാണോ? ഹൺസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ? 3 എണ്ണത്തിലും ഒരേപോലെ ഇലക്ട്രോൺ വന്നിട്ടുണ്ട്. അതെല്ലാത്തിൻ്റെയും സ്പിന്ന് ഒരുപോലെ ആയിരിക്കണം എന്ന് കൂടി ഹണ്ട് പറയുന്നു. അങ്ങനെ വരുമ്പോഴാണത്രേ ഏറ്റവും സ്റ്റേബിളായിട്ട് നിൽക്കുക. അപ്പോൾ ഹാഫ് ഫിൽഡ് ആവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാഫ് ഫിൽഡ് ആവുമ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിന്ന് എല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇതെന്താണ് സ്റ്റെബിലിറ്റി കുറയാനുള്ള കാരണം എന്താണ്? ഇവിടെ ഈ സ്പിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. ഇതൊരിക്കലും ഹണ്ട് റൂൾ, മൂന്നാമത്തെ കേസ് ഒരിക്കലും ഹണ്ട് റൂൾ ഒബേ ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, നൈട്രജൻ ആറ്റത്തിൽ 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറയുന്ന റൂൾ ഏതാണ് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഹൺസ് റൂൾ എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 റൂളുകൾ, ഒരു ഇലക്ട്രോണ് അല്ലെങ്കിൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ എൻട്രി ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ അറിഞ്ഞിരിക്കേണ്ട 3 റൂളുകളാണ്. നമ്പർ 1 ഓഫ് ബോ പ്രിൻസിപ്പിൾ, നമ്പർ 2 പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, നമ്പർ 3 ഏതാണ്? ഹൺസ് റൂൾ. ഇത് എവിടേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയണം. ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട എനർജി ലെവലാണ്. ഏറ്റവും ലോവസ്റ്റ് ലെവൽ ആദ്യം ഫില്ല് ചെയ്യണം, അങ്ങനെ പറയുന്നത്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരിക്കലും നമുക്ക് 1s3 എന്ന് എഴുതാൻ പാടില്ല. ബിക്കോസ് ഒരു ഓർബിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആയിരിക്കണം എന്ന് പറയുന്ന റൂളാണ് നമ്മുടെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പിന്നെ നമ്മൾ ഹണ്ട് എന്താ പറഞ്ഞത്? ഡീജനറേറ്റ് ഓർബിറ്റൽ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡീജനറേറ്റ് ഓർബിറ്റൽ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവർക്കും നോ പെയറിംഗ് വിൽ ടേക്ക് പ്ലേസ്. പെയറിംഗ് നടക്കില്ല until all the orbital with equal energy are singly occupied. ശ്രദ്ധിക്കുക, ഓക്യുപ്പൈ ചെയ്യുമ്പോൾ എല്ലാവരുടെയും സ്പിൻ ഒരുപോലെ ആയിരിക്കണം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയുള്ള 3 റൂൾസ് പഠിച്ചു. അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ടത് ആ റൂൾസ് ഉപയോഗിച്ച് പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെൻറ്റിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കണം. ഹൈഡ്രജൻ നിങ്ങൾക്കറിയാം ആറ്റം നമ്പർ 1 ആണ്, 1s1. ഹീലിയം ആകുമ്പോൾ 1s2. അങ്ങനെ ഈ 3 റൂളും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പല എലമെൻസിൻ്റെയും കോൺഫിഗറേഷൻ എഴുതി നോക്കാം. നമ്മൾ നോക്കൂ, സ്കാൻഡിയം ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലെ ഒന്നാമത്തെ എലമെൻ്റാണ് സ്കാൻഡിയം. 21 ആണ്. നമ്മൾ എഴുതി ആർഗണിൻ്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞ് 4s2 3d1. നമുക്ക് 21 എന്ന് കിട്ടി. നമുക്കറിയാം 4s 3d1. ഇനി ടൈറ്റാനിയം 22 ആണ്, 4s2 3d2.
22 എന്ന് കിട്ടും നമുക്ക്. വനേഡിയം 23. ഈ 23 നമുക്ക് ഷോർട്ട് കട്ടിൽ നമുക്ക് ആയിരിക്കാം 2 എന്ന് പറഞ്ഞാൽ എസ് ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്, 3 എന്ന് പറയുമ്പോൾ ഡിയിലെ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഈ ആറ്റോമിക് നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഗറേഷൻ എഴുതാൻ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ എഴുതുക? 4s2 നാലാമത്തെ, നമുക്കറിയാം നാലാമത്തെ പീരീഡാണ് വരുന്നത്. അപ്പോൾ 4s2 3d3. 3 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്, സോറി ഡി ഓർബിറ്റിൽ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ്. ഡി എപ്പോഴും നമുക്കറിയാം n-1 വരുള്ളൂ അല്ലേ. അപ്പോൾ n=4 ആയതുകൊണ്ട് അവിടെ ഡി വരെ എപ്പോഴും n-1 ആണ്, 3 വരുള്ളൂ. അപ്പം എഴുതി നോക്കൂ 24. നമ്മളെങ്ങനെ എഴുതാം? ഇത് 4s2 3d4 ആണ് വരേണ്ടത് അല്ലേ. പക്ഷേ ഈ ക്രോമിയം 4s2 3d4 സ്റ്റേറ്റിലല്ല കിടക്കുന്നത്. നമ്മൾ നോക്കിയാൽ കാണാം 4s1 3d5 സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3d5 ഒന്ന് നമുക്ക് വരച്ചു നോക്കാം. നോക്കൂ 5 ഓർബിറ്റൽസ് dxy dyz dxz dx2 y2 dz2 എല്ലാത്തിലും ഓരോ ഇലക്ട്രോൺസ് ആയിട്ട് കിടക്കാനാണ് ക്രോമിയത്തിൻ്റെ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഇഷ്ടം. അതേപോലെ കോപ്പറിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 29 ആണ്. യഥാർത്ഥത്തിൽ 4s2 3d9 നമ്മൾ എഴുതി പോകും. പക്ഷെ അങ്ങനെ ഇരിക്കാൻ കോപ്പറിന് ഒരിക്കലും ഇഷ്ടമില്ല. കോപ്പർ ഇരിക്കുന്നത് 4s1 3d10 കോൺഫിഗറേഷനിലാണ്. അത് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ കംപ്ലീറ്റ്ലി ഫീൽഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ക്രോമിയത്തിനും കോപ്പറിനും നമ്മൾ പ്രതീക്ഷിക്കുന്ന കോൺഫിഗറേഷൻ അല്ല, അൺഎക്സ്പെക്റ്റഡ് കോൺഫിഗറേഷനാണ് വരുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നോക്കൂ, ഇത് 10 ഡി ഓർബിറ്റിലെ മാക്സിമം കപ്പാസിറ്റി 10 ആണ്. 10 ഇലക്ട്രോൺ മാക്സ് അക്കോമഡേറ്റ് ചെയ്യും. അതിൽ 5 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ഫീൽഡ് ആണ്. ഇവിടെ 10 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ പ്രത്യേകതയുണ്ട്, ഹാഫ് ഫീൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫീൽഡ് ഓർബിറ്റൽസ് ആർ ഫൗണ്ട് ടു ബി മോർ സ്റ്റേബിൾ. നമുക്കറിയാം നമ്മളുടെ പ്രകൃതി നിയമമാണ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും തന്നെ സ്റ്റേബിളായിട്ടിരിക്കാൻ, ടെൻഷനൊന്നും ഇല്ലാണ്ട് എനർജി ലെവൽ കുറഞ്ഞ് സ്റ്റേബിളായിട്ടിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അതുതന്നെയാണ് നമ്മളുടെ ഈ ക്രോമിയത്തിനും കോപ്പറിനും ഇഷ്ടം. അവർക്ക് എപ്പോഴും സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായുള്ള ഹാഫ് ഫീൽഡും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫീൽഡ് സ്റ്റേറ്റിലാണ് ഇരിക്കാനാണ് ഇഷ്ടം. അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ ഹാഫ് ഫീൽഡും കംപ്ലീറ്റ്ലി ഫീൽഡും എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം 2 റീസണാണ്. ഒന്ന്, സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ, സിമെട്രി കൊണ്ടാണ്. രണ്ടാമത്തെ കാരണം പറയുന്നത് എക്സ്ചേഞ്ച് എനർജി എന്നാണ് പറയുന്നത്, എക്സ്ചേഞ്ച് എനർജി. അപ്പോൾ 2 റീസൺ കൊണ്ടാണ് ഹാഫ് ഫീൽഡും കംപ്ലീറ്റ്ലി ഫീൽഡ് ഓർബിറ്റൽസ് ആർ ഫൗണ്ട് ടു ബി ഹൈലി സ്റ്റേബിൾ ഡ്യൂ ടു 2 റീസൺ. ഒന്ന് സിമെട്രിക് റീസൺ ആൻഡ് നമ്പർ 2 എക്സ്ചേഞ്ച് എനർജിയാണ്. എന്താ ഈ സിമെട്രിക് റീസൺ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രകൃതിയിൽ തന്നെ എന്തും സിമെട്രി ഉള്ള എന്തിനും സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് പറയാറുണ്ട്. 2 സിമെട്രി പറഞ്ഞാൽ സിമ്പിളായി പറയുമ്പോൾ 2 ഭാഗത്തും ഒരുപോലെ, ഒരു പൂവ് നടുക്ക് മുറിച്ച 2 ഭാഗത്തും ഒരുപോലെയാണ് വരുന്നത്. അപ്പോൾ അതിന് സിമെട്രി ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒക്കെ തന്നെ സിമെട്രി ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ എക്സാമ്പിൾ പറയാൻ നമുക്ക് PCl5 മോളിക്യൂൾ ഉണ്ട്. ആ PCl5 മോളിക്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ മോളിക്യൂളിന് സിമെട്രി ഇല്ല, 2 ഭാഗത്തുനിന്ന് ഒരുപോലെ അല്ല വരിക, ബോൺ ലെങ്ത് ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് അത് അൺസ്റ്റേബിൾ ആണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ D5ഉം D10ഉം ആവുമ്പോൾ നിങ്ങൾ നോക്കൂ എല്ലായിടത്തും ഒരുപോലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സ്റ്റേബിളായിട്ട് നിൽക്കാൻ കാരണം. അപ്പം നിങ്ങൾ ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എക്സ്ചേഞ്ച് എനർജിയാണ്. അത് പറയുന്നത് ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇവിടെ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ആ എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് കാരണം രണ്ടിലും ഒരേ അറ്റ്മോസ്ഫിയർ, അവർ മാറിയത് കൊണ്ട് ഒരു ചേഞ്ചും വരുന്നില്ല. ആ എക്സ്ചേഞ്ച് എനർജി നടക്കുമ്പോൾ കുറച്ച് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എനർജി കുറയും തോറും സ്റ്റെബിലിറ്റി കൂടുക ചെയ്യുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് എനർജി ഉള്ളത് കൊണ്ടും സ്റ്റെബിലിറ്റി ഉണ്ടാവാനുള്ള കാരണമുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന് സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് നമ്പർ 2 എക്സ്ചേഞ്ച് എനർജിയാണ്. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പീരിയോഡിക് ടേബിളിലെ ഓരോ എലമെൻസിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. അതുപോലെ തന്നെ പല അയോൺസിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇപ്പോൾ Na+, സോഡിയം അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക.
കാൽഷ്യം 2+ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. നിങ്ങൾക്കറിയാം പോസിറ്റീവ് അയോണുകൾ ഉണ്ടാവുന്നത് ഇലക്ട്രോണുകൾ ലോസ് ചെയ്യുമ്പോഴാണ് എന്നും നെഗറ്റീവ് അയോണുകൾ ഉണ്ടാവുന്നത് ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യുമ്പോഴാണ് എന്നുള്ള കൺസെപ്റ്റ് വെച്ച് അയോണുകളുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ വലിയ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ തുടങ്ങിയത് മുതൽ ഇത്രയും കാര്യങ്ങൾ വളരെ കണ്ടൻറ്റുള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മിക്കണം. നമ്മളിങ്ങനെ ആറ്റത്തിൻ്റെ മോഡൽ പറഞ്ഞു വന്ന് ഒരു മോഡൽ അടുത്ത മോഡലാവാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരുപാട് സയൻറ്റിസ്റ്റിൻ്റെ കൺസെപ്റ്റുകളുണ്ട്. അതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റായ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് നമ്മൾ എത്തിയപ്പോഴേക്കും ഒരുപാട് കാലമായി അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലെ ആപ്ലിക്കേഷൻസ് ആണ്. ക്വാണ്ടം നമ്പറിൽ കിട്ടി നമുക്ക്. ആ ക്വാണ്ടം നമ്പർ കിട്ടിയപ്പോൾ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ എവിടെയാണ് കൃത്യമായി താമസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ. അവിടെ ആ ഇലക്ട്രോണുകളെ ഏറ്റവും കൂടുതൽ കാണുന്ന ഏരിയകൾ മനസ്സിലാക്കിയപ്പോൾ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്ന കൺസെപ്റ്റിലേക്ക് നമ്മളെത്തി. ഓരോ ഓർബിറ്റലിനും കൃത്യമായ ഷേപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അങ്ങനെ ഓർബിറ്റൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഓർബിറ്റിനൊക്കെ തന്നെ എനർജിയിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ എനർജി ഓർഡർ അനുസരിച്ച് നമുക്ക് ഓർബിറ്റൽസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇലക്ട്രോണുകൾ ഈ ഓർബിറ്റിലേക്ക് വരുമ്പോൾ ഒബേ ചെയ്യേണ്ട റൂളുകളെ പറ്റി പഠിച്ചു. ആ റൂള് വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ അറിയും ഇപ്പോൾ. അപ്പം നമുക്ക് ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആറ്റത്തിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ മനസ്സിലാക്കി. അത്രയുമാണ് ഈ ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം സെക്ഷൻ ചോദിക്കാറുണ്ട്, ഓരോ പ്രിൻസിപ്പിൾ എഴുതാൻ ചോദിക്കാറുണ്ട്. നന്നായി പഠിക്കണം. ഓക്കെ, താങ്ക് യു.